ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു വ്ളോഗാണേ. ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് അവധിയാണ്, ലീവ് ആയതുകൊണ്ട് അണ്ണന് നാട്ടിലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും പാചകങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ഞായറാഴ്ച ആയതിനാൽ എഴുന്നേൽക്കാനും താമസിച്ചേ, 9 മണിയായി എഴുന്നേറ്റ് വന്നപ്പോൾ. അപ്പോഴത്തേനൊക്കെ നല്ല വെയിൽ ഉറച്ചായിരുന്നു. എന്തായാലും ഇന്ന് മഴയില്ലായിരുന്നു. അപ്പോൾ മുറ്റം അടിക്കാമെന്ന് വിചാരിച്ച്, മഴ എപ്പോഴാണ് പെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എൻ്റെ കൂടെ മോളും ഉണ്ടേ. ഞാൻ തൂക്കുന്ന വീഡിയോ എടുക്കണ്ട അമ്മയെന്ന് പറഞ്ഞ് എടുക്കാൻ സമ്മതിച്ചില്ല. അതാണ് ഞാൻ മോളുടെ വീഡിയോ എടുക്കാഞ്ഞത്. നമുക്ക് ഇഷ്ടംപോലെ മരം നിൽക്കുന്നിടത്താണ് നമ്മുടെ വീട്. അതുകൊണ്ട് ഒരുപാട് തൂക്കാൻ കാണും. ഒരു ദിവസം തൂത്തില്ലെങ്കിൽ ഇഷ്ടം പോലെ തൂക്കാൻ കാണും. അങ്ങനെ തൂപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ച്, കാപ്പി ഇന്ന് അവലും പഴവുമായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ചു. അപ്പം വെയിൽ പോകുന്നതിന് മുമ്പ് തുണി കഴുകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അരി അടുപ്പത്തേക്ക് വെച്ച് അത് തിളച്ച് റൈസ് കുക്കറിലാക്കിയിട്ട് ഞാൻ പെട്ടെന്ന് തുണി കഴുകാനങ്ങിട്ട്. തുണി കഴുകുന്ന സമയത്ത് അപ്പം അണ്ണൻ പറഞ്ഞു ഇന്ന് പോയി ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന്. അണ്ണൻ അങ്ങ് ചിക്കൻ വാങ്ങിക്കാനും പോയി. ഞാൻ തുണി കഴുകിയിട്ട് സമയം കൊണ്ട് അണ്ണനും ഇങ്ങ് വന്നു. അപ്പോഴത്തേന് അണ്ണൻ ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേന് ഇനി അപ്പോഴത്തേന് തന്നെ 12 മണിയോളം ആയേ. അപ്പോൾ ഇനി പെട്ടെന്ന് കറി വെക്കണം, ബാക്കി കാര്യങ്ങൾ നോക്കണം. അപ്പോൾ കറി വെച്ചാലും ഇവിടെ ചിക്കൻ വറക്കണം. മോൾക്ക് ചിക്കൻ വറുത്താണ് ഇഷ്ടം. സത്യത്തിൽ ഈ വീഡിയോ ഞാൻ ഇപ്പം ഇത് എടുത്ത് വെച്ചിട്ട് തന്നെ 2 ആഴ്ചയായി കേട്ടോ. ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അണ്ണനോട് ഇല്ല. അണ്ണൻ ലീവൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയി. എനിക്ക് വോയിസ് കൊടുക്കാനുള്ളൊരു മടിയുണ്ട്. ഞാനിങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്യാതിരുന്നതാണേ. അപ്പം ഞാൻ ഇതുവരെ ഷോർട്സ് മാത്രമാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ലോങ് പോസ്റ്റ് ചെയ്തത് ചേച്ചിയുടെ പാലുകാച്ചിൻ്റെ ഒരു വീഡിയോ ആണേ. അപ്പോൾ അതിന് വോയിസ് കൊടുത്തപ്പം എനിക്കൊരു ഇച്ചിരി ധൈര്യം വന്നു. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചതല്ലേ, അപ്പോൾ ഇതുകൂടി അങ്ങ് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തു, ചിക്കൻ കറിയൊക്കെ വെച്ച് ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറൊക്കെ കഴിച്ച്. ഉച്ച കഴിഞ്ഞാണ് ഇനിയും ക്ലീനിങ് പരിപാടി. പിന്നെ മോൾക്ക് ഇനി ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഞാൻ മോളുടെ തലയിൽ നമ്മൾ ഷാമ്പു ഇടുന്നതും അല്ല താളി തേക്കുന്നതും ഒക്കെ. അപ്പോൾ ഇനി ക്ലീനിങ് കൂടെ കഴിഞ്ഞിട്ട് മോളുടെ തലയിൽ ഷാമ്പു ഒക്കെ തേച്ച് കുളിക്കാമെന്നാണ് കരുതിയത്. അപ്പോൾ ഞങ്ങളങ്ങനെ ചോറൊക്കെ കഴിച്ചു. ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ചക്കക്കുരു മെഴുക്ക് പുരട്ടിയൊക്കെ കൂട്ടി ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. പിന്നെ എല്ലാം ക്ലീൻ ചെയ്തു. ഇതിനിടയ്ക്ക് ഞാൻ പെരയ്ക്കകമൊക്കെ തൂത്തുവാരി അങ്ങനെ ആ ജോലികളൊക്കെ കഴിഞ്ഞു. സത്യത്തിൽ ഏതൊരു കാര്യവും തുടങ്ങി വെക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രയാസം. നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ അതങ്ങ് ചെയ്യുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സത്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. മറ്റുള്ളവർക്ക് ഒരു ദോഷവും ചെയ്യുന്ന കാര്യങ്ങളല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് എന്താ പ്രശ്നം? അങ്ങനായിരുന്നു ഞാൻ ഈ യൂട്യൂബ് ചാനൽ 2025 മാർച്ചിൽ തുടങ്ങിയതാണ്. ഇതെങ്ങനെ തുടങ്ങും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും നമ്മളിത് തുടങ്ങിയാൽ, അങ്ങനെ ഒരു നാണക്കേടാണോ അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ ഇതിനകത്ത് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തില്ല. ജസ്റ്റ് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തു, അത്രേ ഉള്ളായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ ഇത് തന്നെയാണ് ചിന്തിച്ചത്. ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക്, എനിക്ക് ചുറ്റുമുള്ളവർക്ക് ഒരു ദോഷമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ ചെയ്യുന്നതിന് എന്താ തെറ്റ് എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതങ്ങ് തുടങ്ങാം. അങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇച്ചിരി ധൈര്യമൊക്കെ ആയിട്ട് അങ്ങനെ ആണിത് തുടങ്ങിയത്. പിന്നെ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ആരുമില്ലല്ലോ. എല്ലാവർക്കും ഉണ്ടാകത്തില്ലേ ചെറിയ ചെറിയ കുറ്റങ്ങളും കുറവുകളും ഒക്കെ. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിലും എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. തുടക്കമായതുകൊണ്ടായിരിക്കും. പിന്നെ പോകെ പോകെ പഠിക്കണമല്ലോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ താളിയൊക്കെ തേച്ച് മുടിയിൽ, എന്നിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൂടുതൽ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ താമസിച്ച് അണ്ണൻ കുളിക്കാൻ കയറിയിട്ട് ഇറങ്ങിയപ്പോൾ ഒരു അരമണിക്കൂറോളം ആയായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കുളിച്ചത്. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് കാണാം.